ഹലോ ഒരു മലയാളി മേസ്ത്രിയും ഒരു ബീഹാരി പണിക്കാരനും തമ്മിലുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. ഇന്നത്തെ വക്താക്കള് രാജൻ മേസ്ത്രി, ഗോപാൽ തൊഴിലാളി, നവീൻ സെക്കൻഡ് തൊഴിലാളി. രാജൻ മേസ്ത്രിയാണെന്നും നവീനും ഗോപാലും തൊഴിലാളിയാണെന്നും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് പോകാൻ വേണ്ടി മുക്കിലെത്തിയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ നിർത്തിയത്. ഗോപാലും മേസ്ത്രിയും എസ്റ്റേറ്റ് മുക്കിൽ കണ്ടുമുട്ടുന്നു. എസ്റ്റേറ്റ് മുക്കിലേക്ക് എത്താനാണല്ലോ ഗോപാലിനോട് പറഞ്ഞത്. ഗോപാൽ और मिस्त्री का मुलाकात എസ്റ്റേറ്റ് ജംഗ്ഷൻ में हो रहा है. നടന്നുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. മേസ്ത്രിയും ഗോപാലും മേസ്ത്രി രാജനും ഗോപാലും കൂടി എസ്റ്റേറ്റ് മുക്കിൽ കണ്ടുമുട്ടുന്നു. അവിടേക്ക് എത്തിയിട്ട് അവിടുന്ന് രണ്ടുപേരും കൂടി പോകാമെന്നാ പറഞ്ഞത്. രണ്ടുപേരല്ല, ഒരാളുകൂടി വരാനുണ്ട്, നവീനും ഉണ്ട് കൂട്ടത്തില്. ഗോപാൽ और मिस्त्री का मुलाकात എസ്റ്റേറ്റ് മേ ഹോ രഹ. രാജൻ അവൻ എവിടെ? നവീൻ വോ കഹാ ഹെ നവീൻ. സംസാര ഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോട്ടോ. അവൻ എവിടെ? നവീൻ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മലയാളത്തിൽ ചോദിക്കുക. നവീൻ എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം അവൻ എവിടെ? നവീൻ. രാജൻ വോ കഹാ ഹെ നവീൻ. വോ കഹാ ഹെ നവീൻ. നവീൻ എവിടെയാണ്? രാജൻ ചോദിക്കുകയാണ് വോ കഹാ ഹെ നവീൻ എന്ന് വെച്ചാൽ നവീൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. വൈകിട്ട് അവനോടും ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നല്ലോ. ഫോൺ അവന് കൊടുക്കാൻ പറഞ്ഞു. അവൻ ഫോണിൽ സംസാരിച്ചു. നീ നാളെ പണിയൊന്നുമില്ലെങ്കിൽ നീയും വരണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ജംഗ്ഷനിൽ പോയപ്പം കാണുന്നത് ഗോപാലിനെ മാത്രാണ്. അപ്പം വോ കാഹെ നവീൻ. നവീൻ കാമ്പേ. അവൻ മൊബൈൽ മറന്നുപോയി. വോ മൊബൈൽ ഭൂൽ ഗയ. അപ്പൊ ഗോപാൽ പറയാണ് അവൻ വന്നായിരുന്നു എന്റെ കൂടെ, മൊബൈൽ മറന്നുപോയി. വോ മൊബൈൽ ഭൂൽ ഗയ. മൊബൈൽ മറന്നുപോയി. ഇതെപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സെന്റൻസ് ആയിരിക്കും കേട്ടോ. മൊബൈൽ മറന്നുപോയി എന്ന് വളരെ കുറെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. വോ മൊബൈൽ ഭൂൽ ഗയായി. അത് എടുക്കാൻ പോയതാണ്. വോ ലേനെ ഗയാ ഹെ. അത് എടുക്കാൻ പോയതാണ്. വോ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയുന്നത് എന്താ? സാധനം. ഏത് സാധനം? മൊബൈൽ. വോ എന്നുള്ള അവൻ, അവൾ, അത്, ആ, ഇതിനൊക്കെ വോ എന്ന് ഉപയോഗിക്കാം കേട്ടോ. അത് എടുക്കാൻ പോയതാണ്. വോ ലേനെ ഗയാ ഹെ. അത് എടുക്കാൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ എടുക്കാൻ പോയതാണ്. വോ ലേനെ ഗയാ ഹെ. ഒന്ന് വിളിച്ചു നോക്ക് എവിടെ എത്തിയെന്ന്. അപ്പൊ മേസ്ത്രി പറയാ ഗോപാലിനോട് ഒന്ന് വിളിച്ചു നോക്കാൻ. ഏക് ബാർ ബുലാക്കർ ദേഖ് ലോ കഹാം പൗഞ്ച് ഗയാ. ഏക് ബാർ ഒരു പ്രാവശ്യം വിളിച്ചു നോക്കൂ. ബുലാക്കർ ദേഖ് ലോ കഹാം പൗഞ്ച് ഗയാ. എവിടെ എത്തിയെന്ന് ഒരു പ്രാവശ്യം വിളിച്ചു നോക്കൂ. ഒന്ന് വിളിച്ചു നോക്ക് എവിടെ എത്തിയെന്ന്. ഏക് ബാർ ബുലാക്കർ ദേഖ് ലോ കഹാം പൗഞ്ച് ഗയാ. പല പല സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന സെന്റൻസുകളാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഓർത്ത് കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണേ. പണിക്ക് പോകുമ്പോൾ ഇങ്ങനെ വൈകാൻ പാടുണ്ടോ? കാം കെ ലിയെ ജാത്തെ ഐസെ ലേറ്റ് ഹോ സക്താ ഹെ ക്യാ. കാം കെ ലിയെ ജാത്തെ നൗക്കരി എന്നും പറയാട്ടോ. നൗക്കരി, ജോബ് എന്ന് വേണേ പറയാം. അങ്ങനെ പോകുമ്പോൾ ഐസെ ലേറ്റ് ഹോ സക്താ ഹെ ക്യാ. ഇങ്ങനെ ലേറ്റ് ആവാൻ പാടുണ്ടോ? ഇങ്ങനെ ലേറ്റ് ആവാൻ പാടുണ്ടോ? ഐസെ ലേറ്റ് ഹോ സക്താ ഹെ ക്യാ. കാം കെ ലിയെ ജാത്തെ ഐസെ ലേറ്റ് ഹോ സക്താ ഹെ ക്യാ. ലേറ്റിന് ദേർ എന്നും പറയാം. റൂമിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. കമരേസെ നികൽത്തെ മേ ഉസേ യാദ് ദിലായാ ഥാ. കമരേസെ റൂമിൽ നിന്ന്. ഇൽ നിന്ന് എന്നുള്ളതിന് സേ ഉപയോഗിക്കാം. ഇൽ നിന്ന്. കമരേസെ കമരയിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന്. നികൽത്തെ പുറത്തിറങ്ങിയപ്പം മേ ഉസേ യാദ് ദിലായ താ. ഞാൻ അവനെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായിരിക്കും ഓർമ്മിപ്പിച്ച്? എല്ലാം എടുത്തിട്ടുണ്ടോ? നമ്മൾ രണ്ടു കൂട്ടരെ ഇറങ്ങുമ്പോൾ ചോദിക്കില്ല നീ എല്ലാം എടുത്തിട്ടുണ്ടോന്ന്. അവൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. വൈസേ ബി വ ഐസാഹി ഹെ. വൈസേ ബി വ അല്ലെങ്കിലും അവൻ ഐസാഹി ഹെ അങ്ങനെ തന്നെയാണ്. എന്നാല് അവനൊരു ഡിഫോൾട്ടറാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്ന ആളാണെന്നാണ് മേസ്ത്രി പറയുന്നത്. വൈസേ ബി വ ഐസാഹി ഹെ. അല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെ ആണ്. ഉത്തരവാദിത്വ ബോധം കുറച്ച് കുറവാ. ഉത്തരവാദിത്വത്തിന് ജിമ്മേദാരി. ജിമ്മേദാരി തോടാ കമ്മേ. ജിമ്മേദാരി തോടാ കമ്മേ. ജിമ്മേദാരി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കുറച്ച് കുറവാ. തോടാ കമ്മേ. തോടാ കമ്മേ. തോടാ എന്ന് പറഞ്ഞാൽ കുറച്ച്, കമ്മേ കുറവാണ്. കുറച്ച് കുറവാണെന്ന് പറഞ്ഞാൽ തോടാ കമ്മേ. ജിമ്മേദാരി തോടാ കമ്മേ. ഗോപാലിനോട് അവനെ ഫോണിൽ കിട്ടിയില്ലേ? ഇപ്പം ഫോൺ വിളിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. ഗോപാലിനോട്. ഗോപാൽ സെ
ഉസേ ഫോൺ പർ നെഹി മില. നെഹി മില അത് ക്വസ്റ്റ്യൻ ആട്ടോ. ഉസേ ഫോൺ പർ നെഹി മില, അവനെ ഫോൺ കിട്ടിയില്ലേ, അവനോട് വിളിക്കാൻ പറഞ്ഞില്ലേ. ഉസേ ഫോൺ പർ നെഹി മില, ഫോണിൽ അവനെ കിട്ടിയില്ലേ. ചേട്ടാ അവൻ എത്താറായി. ഭയ്യ വോ പൗഞ്ചനെ വാലാ ഹെ. ഭയ്യ വോ പൗഞ്ചനെ വാലാ ഹെ. ചിലരൊക്കെ ഈ മേസ്ത്രിമാരെ ചേട്ടാന്ന് വിളിക്കും, ചിലര് സർ എന്നും വിളിക്കും കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അധികവും ഭയ്യ, മുതിർന്നവരാണെങ്കിൽ ഭയ്യ, അല്ലെങ്കിൽ വേണമെങ്കിൽ പേരെടുത്തും വിളിക്കും. ഭയ്യ വോ പൗഞ്ചനെ വാലാ ഹെ, അവൻ എത്താറായി. നവീൻ എത്തി. മേസ്ത്രി ദേഷ്യത്തോടെ. നവീൻ എത്തിയപ്പം മിസ്ത്രിക്ക് എന്തായാലും ദേഷ്യം ഉണ്ടാവുമല്ലോ. നവീൻ പൗഞ്ച് ഗയ. മിസ്ത്രി ഗുസ്സാസെ. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഗുസ്സാസെ ദേഷ്യത്തോടെ. അപ്പൊ സേ എവിടെയൊക്കെ പല വിധത്തിൽ പ്രയോഗിക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മിസ്ത്രി ഗുസ്സാസെ നവീൻ പൗഞ്ച് ഗയ. നവീൻ പൗഞ്ച് ഗയ എന്നാൽ നവീൻ എത്തി. അപ്പൊ മിസ്ത്രി ദേഷ്യത്തോടെ. നിനക്ക് സമയത്തെ പറ്റി ഒരു ബോധവുമില്ല അല്ലേ. തുമേ സമയക്ക കോയി എഹസാസ് നഹീ ഹൈ ക്യാ. ഒരു ബോധവുമില്ല എന്ന് പറയുന്നതാണ് എഹസാസ്, അല്ലെങ്കിൽ ഖദർ എന്നും പറയട്ടോ. സമയക്ക കോയി ഖദർ നഹീ, അങ്ങനെ ചോദിച്ചാലും ശരിയാ. എഹസാസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. നിനക്ക് സമയത്തെ പറ്റി ഒരു ബോധവുമില്ല അല്ലേ. തുമേ സമയക്ക കോയി എഹസാസ് നഹീ ഹൈ ക്യാ. ഒരു ബോധവും ഇല്ലേ, സമയത്തിനെ പറ്റി ഒരു ബോധവും ഇല്ലേ. പണിസ്ഥലത്ത് സമയത്തിനെത്തേണ്ടേ. കാം കെ ലിയെ സമയ പർ പൗഞ്ചന നഹീ ഹൈ. സമയത്തിനെത്തേണ്ടേ, അതുകൊണ്ടാണ് നെഹി അവിടെ വന്നത്. കാം കെ ലിയെ ജോലിക്ക് വേണ്ടി, സമയ പർ സമയത്തിന്, പൗഞ്ചന നഹീ ഹൈ എത്തേണ്ടേ. പൗഞ്ചനാഹെ എന്ന് വെച്ചാൽ എത്തണം എന്നാണ്. പൗഞ്ചന നഹീ ഹൈ എത്തേണ്ടേ. കാം കെ ലിയെ സമയ പർ പൗഞ്ചന നഹീ ഹൈ. പണിസ്ഥലത്ത് സമയത്തിന് എത്തേണ്ടേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചയക്കും. ഐസേ ഹേ തോ മേ തുമേ വാപ്പസ് ഭേജൂങ്ക. അപ്പൊ ഇവൻ ഇവന്റെ കെയർ ഓഫിലായിരിക്കും അവൻ അവിടേക്ക് വരുത്തിയിട്ടുണ്ടാവുക. ഐസേ ഹേ തോ ഇങ്ങനെയാണെങ്കിൽ, മേ തുമേ ഞാൻ നിന്നെ, വാപ്പസ് ഭേജൂങ്ക തിരിച്ചയക്കും. ഈ പറഞ്ഞതുപോലെ ഒന്നും അനുസരിക്കില്ല, ടൈമിന് വരുന്നില്ല, പണിക്കൊക്കെ ലേറ്റ് ആയി പോകാന്ന് പറയുന്നത് വലിയൊരു കുറ്റം തന്നെയാണ് കേട്ടോ. ഒരുപാട് പൈസ കൊടുക്കുന്നതല്ലേ. നവീൻ സോറി ചേട്ടാ, ഇനി ഞാൻ സമയത്തിന് വരാം. മാഫ് കീജിയെ ഭയ്യ, അബ്സേ മേ സമയ പർ ആവുങ്ക. അബ്സേ ഇപ്പോൾ തൊട്ട്, മേ സമയ പർ ആവുങ്ക ഞാൻ സമയത്തിന് വരും. മാഫ് കീജിയെ എന്നാൽ എനിക്ക് മാപ്പ് തരൂ, അല്ലെങ്കിൽ സോറി ചേട്ടാ, അതിന്റെ വേറൊരു രൂപം. അബ്സേ മേ സമയ പർ ആവുങ്ക, ഇപ്പം തൊട്ടിട്ട് ഞാൻ സമയത്തിന് എത്തിക്കോളാം. വരൂ, പെട്ടെന്ന് പോകാൻ നോക്കൂ. അപ്പൊ ഇനിയും വർത്താനം പറഞ്ഞു വൈകണ്ടല്ലോ. ചലോ ജൽദി ചൽത്തേ ഹെ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ചൽത്തേ ഹെ പെട്ടെന്ന് പോവാം. വരും, നമുക്ക് ഇനി പെട്ടെന്ന് പോവാം, ഇനിയും വൈകണ്ട. ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീതാണ്. അപ്പം വഴക്ക് പറയുമ്പോ നമ്മൾ പറയും, കുറെ പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു അനുസരണയും കാണിക്കാത്ത കുറെ കാറ്റഗറി ആൾക്കാരുണ്ടാവുമല്ലോ. ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീത, ഒന്നും കൂടി നീ ഇങ്ങനെ ചെയ്താൽ നിന്നെ ഇവിടെ നിർത്തില്ല എന്നൊക്കെ പറയും. യേ തുമാരി ആഖിരി ചേതാവനി ഹെ. ലാസ്റ്റിന് പറയുന്നതാണ് ആഖിരി ചേതാവനി ഹെ. ചേതാവനി എന്ന് പറഞ്ഞാൽ താക്കീത്. ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീതാണ്. യേ തുമാരി ആഖിരി ചേതാവനി ഹെ. ബാക്കി പിന്നീടാവാം. റെസ്റ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ. Thank you for watching. Please like, share and subscribe my